കടുത്ത ആഭ്യന്തര യുദ്ധസമാന സാഹചര്യങ്ങളിലായിരുന്നു പാകിസ്ഥാന്റെ ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. സ്വാതന്ത്ര്യദിനത്തെ കറുത്ത ദിനമായി പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാനിലുടനീളം വൻ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. ജനങ്ങൾ തെരുവിലിറങ്ങി പാകിസ്ഥാൻ പതാകകൾ കത്തിക്കുകയും ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പതാകകൾ ഉയർത്തുകയും ചെയ്തു. പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോഴും രാജ്യം കടുത്ത ആഭ്യന്തര പ്രക്ഷോഭങ്ങളിലും ആഭ്യന്തര യുദ്ധസമാനമായ സാഹചര്യങ്ങളിലുമാണ് നീങ്ങുന്നത്. ഇതിലേറ്റവും നിർണായകമായത് ബലൂചിസ്ഥാനിൽ നിന്നുള്ള വാർത്തകളാണ്. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനത്തെ കറുത്ത ദിനമായി പ്രഖ്യാപിച്ചാണ് ബലൂച്ച് ജനതയും വിയോജിപ്പുള്ള സംഘടനകളും പ്രതിഷേധിക്കുന്നത്. ഓഗസ്റ്റ് 14-ന് ബലൂചിസ്ഥാനിലുടനീളം വൻ പ്രതിഷേധ പ്രകടനങ്ങളാണ് അരങ്ങേറിയത്. ജനങ്ങൾ തെരുവിലിറങ്ങി പാകിസ്ഥാൻ പതാകകൾ കത്തിക്കുകയും പകരം ബലൂചിസ്ഥാന്റെ സ്വതന്ത്ര പതാകകൾ ഉയർത്തുകയും ചെയ്തു. പ്രവിശ്യയിലെ പല ജില്ലകളിലും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ സേന തങ്ങളുടെ സ്വന്തം അതിർത്തിക്കുള്ളിൽ ആക്രമണങ്ങൾ നടത്തുന്നു. സുറാബ്, ഗുസ്ദാർ തുടങ്ങിയ ജനവാസ മേഖലകളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ. ബലൂചിസ്ഥാന്റെ 45% ഭൂപ്രദേശങ്ങളും ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിന്റെയോ സൈന്യത്തിന്റെയോ നിയന്ത്രണത്തിലല്ല. ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും ക്വറ്റയിലെ കണ്ടോൺമെന്റ് മേഖല വിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. മുൻപ് ഒറ്റപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചിരുന്ന BLA, BLF തുടങ്ങിയ സംഘടനകൾ ഇപ്പോൾ ഒരുമിച്ച് കൂടുതൽ ആസൂത്രിതമായി നീങ്ങുന്നതും പാക് സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ 44% വരുന്ന വലിയ പ്രവിശ്യയാണെങ്കിലും ഇവിടത്തെ പ്രകൃതി വിഭവങ്ങൾ മറ്റ് പ്രവിശ്യകൾക്കായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പ്രദേശവാസികൾ ഇപ്പോഴും കടുത്ത ദാരിദ്ര്യത്തിലാണ്. ഒപ്പം CPEC പദ്ധതിയുടെ ഭാഗമായി ഗ്വാദർ തുറമുഖം ചൈനയ്ക്ക് നൽകിയതിലൂടെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാന് പുറമെ ഖൈബറിലും POKയിലും സമാനമായ പ്രക്ഷോഭങ്ങൾ ശക്തമാണ്. ചുരുക്കത്തിൽ കൃത്യമായ രാഷ്ട്രീയ സാമ്പത്തിക പരിഹാരങ്ങൾ കണ്ടെത്തിയില്ല എങ്കിൽ പാകിസ്ഥാൻ കൂടുതൽ ഗുരുതരമായ ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് പോകാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.